സിഎം വിളിച്ചിരുന്നോ വിനോദ് ചേട്ടനെ? എല്ലാം പറഞ്ഞല്ലോ. ഇല്ല ഇല്ല വിനോദ് ചേട്ടാ, സിഎം വിളിച്ച് വിളിച്ചില്ല ഇല്ല. സമവായ നീക്കങ്ങളുണ്ടോ? അറിയില്ല. സിപിഐയുടെ നിലപാട് എന്തെങ്കിലും മാറ്റം വരുമോ? സിപിഐയുടെ കമ്മിറ്റി കൂടാൻ പോവല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സിപിഐയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു. ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. സെക്രട്ടേറിയറ്റ് ഉണ്ട്, അപ്പം എന്തെങ്കിലും സമവായ പ്രതീക്ഷ ഉണ്ട്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല 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 സിഎം വിളിച്ച ചർച്ച ചെയ്യും. എൽഡിഎഫിന്റെ ഭാഗമാണ് CPI CPM. അതുകൊണ്ട് സിഎം വിളിച്ചാൽ ചർച്ച ചെയ്യും. ചർച്ചയുടെ എല്ലാ വാതിലും LDFിൽ എപ്പോഴും ഉണ്ടാകും. അത് തുറന്നു കിടക്കും. LDF ആണ്. ആശയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. LDF അല്ല എന്നുള്ള രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? വേറൊന്നും പറയാനില്ല. കമ്മിറ്റി കൂടാൻ പോകുന്നു ഇപ്പോൾ. ശരിയപ്പോ ആശയപരമായും രാഷ്ട്രീയമായും ശരിയായ തീരുമാനമെടുക്കും എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇടതുമുന്നണിയിൽ CPIയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല എന്നായിരുന്നു വളരെ വ്യക്തമായി തന്നെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. ആ വാക്കിൽ എല്ലാമുണ്ട്. ആശയപരമായും രാഷ്ട്രീയമായും ശരിയായ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. പക്ഷേ പദ്ധതിയിൽ നിന്ന് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് CPMന്റെ കണക്കുകൂട്ടൽ. ഇനി അതറിയേണ്ടത് എന്ത് രാഷ്ട്രീയമായി ശരിയുള്ള തീരുമാനമാണ് എടുക്കുക. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരത്ത്, ബിനോയ് വിശ്വത്തോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് 1 മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല, 2 ചർച്ചയ്ക്ക് തയ്യാറാണ്, 3 രാഷ്ട്രീയവും ആശയവുമായി ശരിയായ തീരുമാനമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, അത് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. അതായത് രാഷ്ട്രീയവും ആശയപരവുമായ ശരിയായ തീരുമാനമായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടാവുക. ഒപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിരുന്നു എന്നുള്ള ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. അതിലായിരിക്കും പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിനു മുൻപ് മറ്റു തീരുമാനങ്ങളൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും രാഷ്ട്രീയവും ആശയപരമായിട്ടുള്ള ശരിയായ തീരുമാനം CPI കൈക്കൊള്ളും എന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഇതിൽ ഏത് നിലപാട് CPI സ്വീകരിക്കും എന്നുള്ള ചർച്ചയുണ്ട്. പ്രത്യേകിച്ച് CPIയെ പോലും അറിയിക്കാതെ, മന്ത്രിമാർ പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു ഒപ്പിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം, വലിയ രോക്ഷം CPI നേതാക്കൾക്കിടയിലും മന്ത്രിമാർക്കിടയിലും അടക്കമുണ്ട്. അതുൾപ്പെടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലും നിർവാഹക സമിതിയിലടക്കം ചർച്ച ചെയ്യുകയും കനത്ത രോക്ഷം രേഖപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റിക്കാണ് ഇതിൽ എന്ത് തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ചേരുന്ന നിർവാഹക സമിതി യോഗം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം ഈ PM3 വിഷയത്തിൽ CPIയുടെ നിലപാടിന് വിരുദ്ധമായി ഒപ്പിട്ടു. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ഇനിയിപ്പോൾ സർക്കാർ മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ തുടരണോ, അതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ സമന്വയത്തിന് പോകാൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്ന രീതിയിലേക്ക് മാറണോ എന്നടക്കമുള്ള ചർച്ചകൾ എന്തായാലും ഇന്നിപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാകും. 10 മണിക്കാണ് ഈ യോഗം ആരംഭിക്കുക. പ്രധാനമായും ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാവുകയും ഒരു നിർണായകമായ തീരുമാനം ഇന്നെടുക്കുകയും ചെയ്യും. വൈകിട്ട് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടി കൂടി ആലപ്പുഴയിലുണ്ട്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയമായും ആശയപരമായും ശരിയായ തീരുമാനമെടുക്കും. ഇടതുമുന്നണിയിൽ എപ്പോഴും ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. ചർച്ചയ്ക്കുള്ള വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു. വ്യക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള മുന്നണിയാണ് LDF. ഇത്രയും കാര്യങ്ങളാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ എന്താണ് എന്നുള്ളത് എക്സിക്യൂട്ടീവിന് ശേഷം തീരുമാനിക്കും. മന്ത്രിമാരെ പിൻവലിക്കുമോ? സാധ്യത വിരളമാണ്. എന്നാലും ഒരു സാധ്യതയുണ്ടോ? ഇനി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമോ? സാധ്യത അവിടെയും വിരളമാണ്. ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം വിട്ടുനിൽക്കാൻ പറ്റും? ബഡ്ജറ്റ് വരാൻ പോകുന്നു. മൂന്നാമത്തത് നിയോജനക്കുറിപ്പോടുകൂടി മന്ത്രിസഭയിൽ തുടരുമോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം.